പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു യാത്രയാണ് ഈ ലോകത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലെത്തുമ്പോഴും പല ജംഗ്ഷനിലെത്തുമ്പോഴും പല കയറ്റങ്ങളിലെത്തുമ്പോഴും മുന്നോട്ട് പോകണോ എന്ന് ചിന്തിക്കുമാറ് പ്രതിസന്ധികൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരും. അവിടെയാണ് എനിക്ക് പോയേ പറ്റൂ എന്ന ലക്ഷ്യബോധമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. എവിടേക്കാണ് സുഹൃത്തുക്കൾ നമുക്ക് എത്താനുള്ളത്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹ് നമ്മളെ വിളിച്ചത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. സ്വർഗം കിട്ടണം. അപ്പൊ സ്വർഗത്തിലേക്ക് പോവാൻ ജീവിതത്തിലെ എന്ത് തടസ്സങ്ങളും എന്ത് പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതൊക്കെ എനിക്ക് പോസിറ്റീവാകും, എനിക്ക് പ്രയോജനപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രയാസത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പ്രയാസം എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഉത്തരം എന്തായിരിക്കുന്നതും ഗുണമാണെന്നാണ്. കാരണം ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്നത് പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ക്ഷമക്കുമാണ്. ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്നത് ക്ഷമക്കാണ്. അപ്പോൾ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും എന്നതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇപ്പം എന്താ? മരണമല്ലേ. മരണം സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. മരിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ഇപ്പൊ സ്വർഗത്തിന്റെ പ്രതീക്ഷ മരണത്തെപ്പോലും അതിജീവിക്കുവാൻ കരുത്തു നൽകുന്നതാണ് എനിക്ക് സ്വർഗം കിട്ടണമെന്നുള്ള പ്രതീക്ഷ. മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ നിരാശകളിലും സ്വർഗം ഒരു പ്രതീക്ഷയായി വരും. കണ്ണാടി നോക്കുമ്പോൾ നിറച്ച രോമങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലൊരു നിരാശ ഉണ്ടാവും. പ്രായമായി, വയസ്സായി, ഞാൻ ഇപ്പം എങ്ങടാ പോകണം, ഞാൻ സ്വർഗത്തേക്കാ പോണത്. അത് ആ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മ വന്നാൽ ആ നിരകൾ നമ്മളെ അസ്വസ്ഥമാക്കില്ല. ശരീരത്തിന് വന്ന സ്ഥായിയായ രോഗങ്ങൾ, എനിക്ക് ഷുഗറാണ്, അത് നിയന്ത്രണ വിധേയമല്ലാത്ത വിധം മുന്നോട്ട് പോകുന്നു, ഇനി മുതൽ ഞാനൊരു പ്രമേഹ രോഗിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനോടൊപ്പം ഞാൻ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ, മരിക്കേണ്ടി വന്നാൽ അത് സ്വർഗത്തിലേക്കുള്ള ഒഴിഞ്ഞുപോക്കാണ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളും നമുക്ക് സ്വർഗത്തിലുള്ള പ്രതീക്ഷകൾ നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാ നിരാശകളും നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ. കാരണം ഇതിനപ്പുറത്ത് നിൽക്കുന്നത് ഇതിനേക്കാളും സുഖമുള്ളൊരു ജീവിതമാണ്. ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇതിനേക്കാളും സുഖമുള്ളൊരു ജീവിതമാണ്. ഇതിനേക്കാളും സുഖമുള്ള ഒരു ജീവിതം കിട്ടാൻ ഈ ജീവിതത്തെ മാറ്റിവെക്കേണ്ടി വന്നാൽ, ഈ കുടിലിൽ നിന്നും നല്ലൊരു ബംഗ്ലാവിലേക്ക് താമസം മാറേണ്ടി വന്നാൽ നമ്മൾ എന്തിനാണ് മനോവേദനപ്പെടുന്നത്? പക്ഷെ ആ വിശ്വാസം ഹൃദയങ്ങളിൽ രൂഢമൂലമാണോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല സ്വർഗത്തെക്കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞ്? അൽ ഫൗസുൽ അലീം, ദാലിക്കൽ ഫൗസുൽ അലീം. അതാണ് ഏറ്റവും വലിയ വിജയം. നല്ല സമ്പത്ത് കിട്ടിയാൽ അതൊരു വിജയമാണ്. പക്ഷെ അത് സാമ്പത്തികമായൊരു വിജയം മാത്രമാണ്. ജീവിതത്തിൽ ഏത് വിജയങ്ങളും അതിൽ പരിമിതമാണ്. പക്ഷെ സ്വർഗം അങ്ങനെയല്ലല്ലോ. ഒരു മനുഷ്യനു നേടാവുന്നതെല്ലാം നേടുന്ന വിജയമാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ കോപത്തു നിന്ന് രക്ഷപ്പെട്ടു, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു, നിതാന്തമായ നിത്യമായ ഒരു സുഖത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ സുഖങ്ങളിലും ഇവിടുത്തെ സന്തോഷങ്ങളിലും പലപ്പോഴും സ്വർഗത്തെ മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഇടയ്ക്കൊരു താരതമ്യം ചെയ്യുക. ഇവിടുത്തെ സുഖവും സ്വർഗത്തിലെ സുഖവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സ്വർഗ സുഖം അതാണ് ഏറ്റവും മുഖ്യം, ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് തോന്നും. മതാഉദ് ദുനിയ ഖലീൽ, ഇഹലോക ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ അത് അല്പമാണ്. വൽ ആഖിറതു ലിമനിത്തഖ, പരലോകം എന്നുള്ളത് അതാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വൽ ആഖിറതു ഖൈറുൻ ലിമനിത്തഖ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമം ദുനിയാവല്ല, അവർക്ക് ഏറ്റവും ഉത്തമം പരലോകമാകുന്നു എന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാനമായി ഒരാൾ നരകത്തിന്ന് എഴഞ്ഞ് നരകത്തിൽ പോയാലും ആദ്യഘട്ടങ്ങളിൽ പല കാരണങ്ങളെ കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ ഒരാൾ എഴഞ്ഞ് നരകത്തുനിന്ന് പുറത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ വയക്കൂലുള്ള, അപ്പം അള്ളാഹ് പറയും, ഇതാ പൊയ്ക്കോ, വദ്ഖുലുൽ ജന്ന, പോയി സ്വർഗത്തിൽ കയറ് എന്ന് അള്ളാഹു അവനോട് പറയും. ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹ, ദുനിയാവിൽ ഒരാൾക്ക് അനുഭവിക്കാവുന്ന പരമാവധി സുഖമുണ്ടല്ലോ അതാണ് അവിടെ കിട്ടും. അല്ല, അതിൻ്റെ 10 ഇരട്ടി നിനക്ക് നീ എത്തിപ്പോകുന്ന സ്വർഗത്തിൽ കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇത് അവസാനം നരകത്തുനിന്ന് തൽക്കാലം കഷ്ടി രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുന്നവന് ദുനിയാവിൻ്റെ സുഖത്തിൻ്റെ 10 ഇരട്ടി ഈമാനോടുകൂടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നൈമിഷികമായ സുഖങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എത്ര ഹറാമുകൾ ചെയ്യുന്നു. ഒരു ഉറക്കത്തിൻ്റെ 5 മിനിറ്റ് ദൈർഘ്യത്തിന് വേണ്ടി നമസ്കാരത്തിൻ്റെ സമയം തെറ്റിക്കുന്നു. നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ടോ?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദാലിക അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസില, സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ പദവി കിട്ടുന്നവനാണ് ദുനിയാവിന്റെ സുഖങ്ങളുടെ 10 ഇരട്ടി കിട്ടുന്നത്. വഅമ്മല്ലദീന സുഇദൂ ഫഫിൽ ജന്ന, ഈ സൗഭാഗ്യം ലഭിച്ച ആൾക്കാരില്ലേ, അവർ സ്വർഗ്ഗത്തിലായിരിക്കും. ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർള് ഇല്ലാ മാ ശാ റബ്ബുക്, അവരവിടെ കാലാകാലവും അവരവിടെ തന്നെ താമസിക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലത്തോടൊക്കെ എന്നാണ്. അത്താഅൻ ഗൈറ മജ്ദൂദ്, അത്താഅൻ ഗൈറ മജ്ദൂദ്, ഒരിക്കലും നിന്നു പോവാത്ത അവസാനിക്കാത്ത സുഖമാണ് സുഖം. ഒരിക്കലും അവസാനിക്കുമെന്നൊരാശങ്കയില്ലാതെയാണ് എല്ലാവരും സ്വർഗത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അവസാനിക്കാത്ത സുഖം, ദുനിയാവിലെ സുഖ സുഹൃത്തുക്കളെ, വീട് പണി പൂർത്തിയായി അതിൽ ഒരു ദിവസം താമസിക്കുമെന്ന് ഉറപ്പുണ്ട്. വീട് പണി നടക്കുമ്പോൾ ഒരു ദിവസം താമസിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പില്ലാത്ത ലോകത്തെയാണ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നത്. എന്നാൽ മരിച്ചു വേർപ്പെടാത്ത അനന്തമായ അന്ത്യമില്ലാത്തൊരു ജീവിതം, അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹ്വ് വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ് കമതലി ഗൈസ്. അല്ലാഹു ദുനിയാവിനെ കുറിച്ച് പറയാണ്, മഴ പെയ്തിട്ട് മുളച്ചുണ്ടാകണേ, അത് പിന്നൊന്നും ഉണങ്ങിപ്പോവില്ലേ, അത്രയുള്ള ദുനിയാവ് സുഹൃത്തുക്കളെ. എല്ലാം വരും, നമ്മൾ അതൊന്ന് ആസ്വദിക്കും മുമ്പ് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ എന്ത് സംതൃപ്തിയാണ് സുഹൃത്തുക്കളെ, പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു കാര്യം പറയുന്നത്, ദുനിയാവിൽ കിട്ടിയിൽ പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു കാര്യം പറയുന്നത്, ദാമ്പത്യത്തിലുണ്ടോ അത്, തൊഴിലിലുണ്ടോ അത്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ സമ്പൂർണ്ണ തൃപ്തി ഇല്ല. എന്നാൽ ഈശത്തുൻ റാദിയ, എന്തെങ്കിലും ഒരു പോരായ്മ ചിന്തിക്കാൻ പോലും മനസ്സിൽ കിട്ടാത്തൊരു ജീവിതം, അത് ഒഴിവാക്കാൻ മാത്രമുണ്ടോ സുഹൃത്തുക്കളെ ദുനിയാവ്? അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരണം. മാത്രല്ല, യാതൊരു സമാനതയും ഈ ലോകത്തെ ജീവിതത്തെ സുഖങ്ങളോട് സ്വർഗത്തെ നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വചനമാണ്, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ മാ ലാ ഐനുൻ റഅത്, എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ണും കാണാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ണിലും ആ സ്വർഗത്തിലെ ഒരു സുഖവും, ഒരു രാജാവും, ഒരു കോടീശ്വരനും അവിടുത്തെ ഒരു സുഖവും ഇന്നേ വരെ കണ്ടിട്ടില്ല. വല ഉദ്നുൻ സമിഅ, അവിടുത്തെ മനോഹരമായ മനസ്സിനെ കുളിർപ്പിക്കുന്ന ആ ശബ്ദങ്ങൾ ആരും കേട്ടിട്ടില്ല. വല ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അങ്ങനെ ഒരു ഭാവനയിൽ പോലും ആ സുഖങ്ങൾ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സുഖത്തെക്കുറിച്ചാണ് അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയണത്. അങ്ങനെ ഒന്ന് ആഗ്രഹിച്ച് മനസ്സ് തട്ടി ചോദിച്ചു നോക്ക്. മാത്രല്ല, പിന്നെ സ്വർഗത്തിലെ സുഖങ്ങൾ ഓരോന്ന് എന്തിനാണ് സുഹൃത്തുക്കൾ എടുത്തു പറയേണ്ട കാര്യം? കാരണം സ്വർഗത്തെക്കുറിച്ച് അള്ളാഹ് പറയുമ്പോൾ അള്ളാഹ് പറയണത് ലഹും മാ യശാഊന ഖാലിദീൻ, അവരത് ശാശ്വതന്മാരായിരിക്കും, അവരുദ്ദേശിക്കുന്നതെല്ലാം അവർക്ക് കിട്ടുന്നതാണ്. യാതും വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടും, നിങ്ങൾ ചോദിക്കുന്നതെല്ലാതും കിട്ടുന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് ഇത്ര കൃത്യതയോടുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വാക്കെങ്കിലും മനസ്സിൽ തിട്ടിയിട്ട് അത് നമുക്കൊരു മോഹമായി വന്നെങ്കിലോ എന്ന് വിചാരിച്ച അള്ളാഹു എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തിലും അവിടുത്തെ അരുവികളിലും തോട്ടങ്ങളിലുമാണ്. ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ആമിനീൻ, നിങ്ങളെ കേറിച്ചെല്ല്, സ്വർഗത്തിൽ കേറ്, ബിസ്സലാമിൻ ആമിനീൻ, സമാധാനം, നിർഭയത്വം, ഒരു പേടിയില്ലാതെ ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ടാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. ഒന്നും ഒരു പേടിയും മനസ്സിലേക്ക്, ആയുസ്സിനെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അടുത്ത നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ഒരു പേടിയില്ലാതെ സമാധാനത്തോടുകൂടെ ശാശ്വതമായി കേറിക്കോളിന്നാണ്. അതല്ലേ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സുഖം. ഒരാളോടൊരു വെറുപ്പ് നമ്മുടെ മനസ്സിലില്ല, ഒരു പകല്ല. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളോട് പക വെക്കുന്നു, അതായില്ലോ. ഒരാളോടൊരു വെറുപ്പ് കുടുങ്ങിയാൽ മനസ്സിൻ്റെ അവസ്ഥ എന്തായി, എത്ര വേദനാജനകമായിരിക്കും. ഒന്നുമില്ല, ഒരാളോടും ഒരു പകയും വിദ്വേഷവും തോന്നാത്ത. പിന്നെന്താ, ഒന്നും ആലോചിക്കാല്ല, വെറുതെ അങ്ങനെ സുഖമാസ്വദിച്ചിരുന്നാൽ മതി. അവിടുത്തെ കട്ടിലുകളിൽ അവർ മുഖാമുഖം തിരിഞ്ഞിരുന്ന് ആ സ്വർഗ സന്തോഷങ്ങളെ പങ്കിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. ലാ യമസ്സുഹും ഫീഹാ നസബ്, ഒരു ക്ഷീണം അവർക്കില്ല. ഇവിടെ സുഖം അനുഭവിച്ചാൽ പോലും ക്ഷീണമുണ്ട്. നല്ലൊരു ഫുഡ് കഴിച്ചിറങ്ങിയാലേ പിന്നെ കുഴക്കാണ്, ക്ഷീണാണ്.
എന്തനുഭവിച്ചാലും അതിന് ക്ഷീണമുണ്ട്. ഒന്ന് ടൂർ പോയാൽ ഒരാഴ്ച വിശ്രമിക്കണം. സുഖങ്ങൾ അനുഭവിച്ചാൽ പോലും ക്ഷീണമുള്ള ഈ ലോകത്തു നിന്നും സുഖങ്ങൾ അനുഭവിച്ചാലും ക്ഷീണമില്ലാത്ത, വിശ്രമം വേണ്ടാത്ത ഒരു ലോകത്തേക്കാണ്. എത്രയാണ് എൻ്റെ വലിപ്പം! ഈ ദുനിയാവിനോട് എങ്ങനെ സമാനപ്പെടുത്തും സുഹൃത്തുക്കളെ? നിങ്ങൾ റബ്ബിന്റെ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും മത്സരിച്ച് ചെല്ലൂ. കിട്ടുന്ന നേരം പരമാവധി നന്മ ചെയ്ത് മത്സരിച്ച് സ്വർഗത്തിലേക്ക് പോകൂ. ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കൂ എന്നാണ്. ആകാശഭൂമികളോളമുണ്ട് അതിന്റെ വിശാലത. ആകാശഭൂമികളോളമുണ്ട് അതിന്റെ വിശാലത. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി, പടച്ചോനെ പേടിച്ചിട്ട് ഇഷ്ടമുള്ള പലതും മാറ്റിവെച്ച, സൂക്ഷ്മത പാലിച്ച, ധർമ്മനിഷ്ഠ പാലിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആ സ്വർഗം. സുഹൃത്തുക്കളെ, എന്തൊക്കെ പരിസ്ഥിതി മലിനീകരണങ്ങളാണ്, ദുർഗന്ധങ്ങളാണ്. നമ്മൾ വാങ്ങി മനോഹരമായി നിർമ്മിച്ച വീട്ടിനുള്ളിൽ പോലും അന്യന്റെ വേസ്റ്റിന്റെ മണം കേട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആലോചിക്കുക, പടച്ചോൻ പറഞ്ഞപ്പോ എത്ര കൃത്യമാണ് ആ പ്രയോഗം. ശാശ്വത സ്വർഗ ജീവിതത്തിൽ മസാകിൻ ത്വയ്യിബ, വിശിഷ്ടമായ താമസ സ്ഥലങ്ങൾ. അവിടെ ഒരു തകരാറും ഒരു വിഷമവും ഒരാൾക്കും അനുഭവിക്കാൻ പറ്റും. വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ? ഒന്ന് കുപ്പിളിക്കാൻ പറ്റുന്ന വെള്ളമുള്ള ഒരു പുഴ എവിടെയെങ്കിലും ഉണ്ടോ? കാലങ്ങൾ മാറിയപ്പോൾ എന്നാൽ സ്വർഗത്തിലെ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? ഒരു കലർപ്പുമില്ലാത്ത, ഒരു കലക്കവുമില്ലാത്ത തെളിഞ്ഞ നദികൾ ഒഴുകുന്ന ഒരു സ്വർഗം. യാതൊരുവിധ മാലിന്യത്തിൻ്റെയോ ദുർഗന്ധത്തിൻ്റെയോ ഒന്നുമില്ലാത്ത. പിന്നെ പുരുഷന് ഏറ്റവും പ്രധാനം സ്ത്രീയാണ്, സ്ത്രീക്ക് ഏറ്റവും പ്രധാനം പുരുഷനാണ്. മനുഷ്യന്റെ ശാരീരിക മാനസിക സന്തോഷങ്ങൾ ദാമ്പത്യത്തിലാണ്. ആ ഇണകളെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു ആകർഷകമായ പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അസ്വാജു മുതഹ്ഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഇണകളുണ്ട്. അത്റാബ്, സമപ്രായക്കാരായ, സമാനരായിട്ട് ആ ഭർത്താവിന് വേണ്ടി സ്വന്തം ഭർത്താവിൽ മാത്രം തങ്ങളുടെ ആഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തുന്നതായ സ്ത്രീകൾ. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും ജീവിതത്തിൽ കണ്ടെത്തേണ്ടതില്ലാത്തൊരു കാര്യം. ഒരു ഹദീസുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വയറിനേക്കാളും മോശപ്പെട്ട ഒരു പാത്രം മനുഷ്യനെ നിറക്കാനില്ല എന്ന്. ആലോചിച്ചൊക്കെ നിങ്ങൾ തിന്നണത് സമൃദ്ധമായി ഒന്ന് ഭക്ഷണം കഴിക്കാൻ പൂതി തീർന്ന് തിന്നണം വിചാരിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം, അമിതമായ ആഹാരം. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സ്വർഗ സന്തോഷങ്ങളിൽ മനുഷ്യൻ എന്തെങ്കിലും എല്ലാവിധ ഭക്ഷണങ്ങളും വലഹ്മു ത്വയ്രിൻ മിമ്മാ യശ്തഹു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക്. വഫാക്കിഹത്തിൻ മിമ്മാ യതഹയ്യറൂൻ, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റിയ പഴങ്ങളുണ്ട് അവിടെ. സമൃദ്ധമായ ഭക്ഷണങ്ങൾ. ഉറക്കല്ല സുഹൃത്തുക്കൾ. ഇതിനെ ഉറക്ക് ക്ഷീണം മാറ്റാനാണ് ഉറക്ക്. ക്ഷീണമില്ലാത്ത സ്വർഗത്തിൽ എന്തിനു ഉറക്ക്? അതിൻ്റെ ആവശ്യമില്ല. ഒരാൾ ചീത്ത സ്വപ്നങ്ങൾ കണ്ട് നബി സ്വല്ലല്ലാഹു അടുക്കൽ വന്ന് ഞാൻ പല സ്വപ്നങ്ങളും കണ്ടു എന്ന് പറഞ്ഞിട്ട് നബിന്റെ അടുക്കൽ വന്നു. അപ്പൊ നബി പറഞ്ഞു, അതൊക്കെ ലഅബു ശൈത്താൻ, അതൊക്കെ പിശാചിന്റെ ചില കളികളാണ്. അതുകൊണ്ട് അങ്ങനത്തെ പേടി സ്വപ്നങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കരുത് എന്നാണ്. അന്നൗമു അഹുൽ മൗത്ത്, അന്നൗമു അഹുൽ മൗത്ത്. ഉറക്കമെന്നത് മരണത്തിന്റെ സഹോദരനാണ്, ചെറിയൊരു മരണമാണ്. അതുകൊണ്ട് ആ മരണം സ്വർഗത്തിലില്ല. കാലാവസ്ഥയുടെ ചൂടോ, കഠിനമായ ചൂടോ തണുപ്പോ അതുപോലും അവിടെയില്ല. മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ. വെയിലോ അല്ലെങ്കിൽ കഠിനമായ തണുപ്പോ അവരാണ് അനുഭവിക്കുക. പടച്ചതൊക്കെ എണ്ണി പറഞ്ഞതിന്, പടച്ചതൊക്കെ പറഞ്ഞ് പാലിക്കാതെ അള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജുമാക്കുന്ന ആൾക്കാർക്ക്, നിസ്കരിച്ച ആൾക്കാർക്ക്, സദഖ കൊടുത്ത ആൾക്കാർക്ക്, വീടടക്കം പിന്നെ പള്ളിക്ക് വേണ്ടി തൻ്റെ അങ്ങാടിയിലെ സ്ഥലം കൊടുത്ത ആൾക്കാർക്കൊക്കെ പടച്ചോൻ ഈ വാഗ്ദത്തം പാലിക്കാതിരിക്കും. ഇതൊക്കെ ഉണ്ടാവും. 100% അത് സംഭവിച്ചേ പറ്റും. ആ സുഖാനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഹതഭാഗ്യനേക്കാളും ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാളുള്ളത്? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാം, എന്തെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ടോ, പ്രവർത്തിക്കാൻ പറ്റിയിട്ടോ എന്ന് ആലോചിക്കാം. ഹാദാ ഊസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. മുത്തഖീങ്ങൾക്ക് വിദൂരമല്ലാതെ അകലമല്ലാതെ അടുത്തായിക്കൊണ്ട് സ്വർഗം വരും. 2 കാര്യം പറഞ്ഞു. അടുത്താകണം എന്തിനാണ്? നോക്കിക്കാണാനേ. നമ്മൾ സ്വർഗത്തിൽ പോണതിൻ്റെ മുന്നേ സ്വർഗ സുഖങ്ങൾ അടുത്തു നിർത്തി കാണിച്ചു തരും. പിന്നെന്തേ മുത്തഖീങ്ങൾക്ക് അടുത്തു വരാൻ കാരണം?
നന്മകളുമായി സ്വർഗത്തിലേക്ക് വരുന്നവന്റെ നന്മയിൽ അവനെ സ്വീകരിക്കാൻ സ്വർഗം അവനിലേക്ക് വരും. ആർക്കാണ്? അവ്വാബ്, എപ്പോഴും ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി ഓരോ ബാങ്ക് വിളികളും ശ്രദ്ധിച്ച് അവിടേക്ക് ചെന്ന് ശിർക്കുകളിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കും. ഹഫീൽ, അള്ളാഹിനെ പേടിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി അവൻ സൂക്ഷിച്ചു. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും, സാമ്പത്തിക രംഗം, വൈകാരിക രംഗം, വൈവാഹിക രംഗം, എല്ലാറ്റിലും അവൻ സൂക്ഷ്മത പാലിച്ചു. ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. നാട്ടുകാരറിയുമ്പോഴാണ് പ്രശ്നം. സിനിമക്കാരുടെ എല്ലാ തോന്നിയാസങ്ങളും നാട്ടുകാരറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വലിയ പ്രശ്നം. നാട്ടുകാരറിയാതെ എന്ത് സ്വകാര്യവുമാവാം, ആർക്കും പ്രശ്നമില്ല. അപ്പൊ എല്ലാവരും മാന്യന്മാർ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അദൃശ്യമായി അല്ലാഹനെ പേടിക്കാൻ. ആൾക്കാർ കാണുന്നതിലേറെ ബേജാറ് അല്ല കാണുന്നതാകുക. വജാഅ ബിഖൽബിൻ മുനീബ്. പടച്ചോനെ, നിന്നിലേക്ക് ഞാൻ വരുന്നു, പാപമോചനത്തോടെ ഖേദിച്ചുകൊണ്ട് വിനയപ്പെട്ട് നിന്നിലേക്ക് വരാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. സ്വർഗം ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അല്ലാഹു കൊടുക്കും. അത് പിന്നെ അള്ളാഹുവിൻ്റെ വക എക്സ്ട്രാ അധികമായിട്ട് കൊടുക്കും. അവർക്ക് സങ്കല്പിക്കാനാവാത്തതും അവർ ആഗ്രഹിക്കാത്തതും അവർക്ക് അള്ളാഹു നൽകും. അങ്ങനത്തെ ഒരു സ്വർഗമാണ് സുഹൃത്തുക്കൾ. ആ സ്വർഗത്തെ ആത്മാർത്ഥമായി അള്ളാഹുവോട് ചോദിക്കുക. ആ സ്വർഗത്തെ ഒരു നിമിഷത്തിലും മറക്കാതിരിക്കുക. കണ്ണുകൾ തുറക്കുമ്പോൾ ആ സ്വർഗം നഷ്ടപ്പെടരുത് എന്ന് ആലോചിക്കാം. ഇടപാടുകളിൽ കൈവയ്ക്കുമ്പോൾ ആ സ്വർഗം പോകരുത് എന്ന് ആഗ്രഹിക്കാം. ആ സ്വർഗത്തിലേക്ക് എന്തെങ്കിലും നേടാൻ ഇന്നത്തെ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്തു സാധിച്ചു എന്ന് എപ്പോഴും മനസ്സാക്ഷിയോട് ചോദിക്കുക. ആ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് തടസ്സങ്ങളില്ല, നമുക്ക് പ്രതിസന്ധികളില്ല, നമുക്ക് പ്രയാസങ്ങളില്ല, ആശയക്കുഴപ്പങ്ങളില്ല. ആ സ്വർഗം അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം, കാരുണ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവും.